വലുതായിട്ട് ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ബോധമില്ല. ലവാണ് ഇഷ്ടം, അങ്ങനെ നീ തിരിച്ചറിഞ്ഞില്ല അല്ലേ ഗായത്രി? എന്റെ സ്നേഹം അല്ലെങ്കിൽ ഒന്ന് ഉറച്ചു നിൽക്കാവോ? ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ ഡിജിറ്റൽ എക്സ്പെർട്ട്. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ രണ്ട് അതിഥികൾ, രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു ചേട്ടാ. അഭിരാമി അല്ലേ? പുതിയൊരു സിനിമ. അതെ. എന്ത് തോന്നുന്നു? ഒരുപാട് സന്തോഷം. സിനിമ റിലീസാവുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം. ഇപ്പോൾ സിനിമ തിയേറ്ററുകളിൽ എത്തിക്കാൻ എത്രണ്ടും ടഫാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാലോ ചേട്ടാ. പക്ഷെ അതെത്തുമ്പോൾ വളരെയധികം സന്തോഷം. എന്താണ് കഥാപാത്രം? കഥാപാത്രം അഭിരാമി തന്നെയാണ്. പേര് തന്നെയല്ലോ കൊടുത്തിരിക്കുന്നു. എന്താണ് ആ പേര് തന്നെ കൊടുത്തിരിക്കുന്നത്? ഒരു നഴ്സാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്ന. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു കഥാപാത്രമാണ്. ഓൾറെഡി വൈറലാണല്ലോ. അതെ. അതനുസരിച്ച് തന്നെയാണ് ഡയറക്ടർ വിളിച്ചോന്ന് തോന്നുള്ളൂ. ഇത്രയും വൈറലായിട്ടിരിക്കുന്ന ആളെ തന്നെ വെച്ചേക്കാന്ന് തീരുമാനിച്ചു തോന്നുന്നു. അതെ, അത് തന്നെയാണ് സാറും പറയണേ. ഏറ്റവും നല്ല ആള് തന്നെ ഗായത്രിയാണെന്ന് പറഞ്ഞ സാർ എല്ലാ ഇന്റർവ്യൂസിലും അഭിനയിക്കണ്ടായിരുന്നല്ലോ. നമ്മുടെ ജീവിതം കാണിച്ചാൽ മതിയല്ലോ. സോഷ്യൽ മീഡിയയിൽ അത്രയും ആക്റ്റീവായിട്ട് എന്തിനും പ്രതികരിക്കാനും എന്തും തുറന്നു പറയാൻ ആർജവം കാണിക്കുന്നതാണല്ലോ ഗായത്രി. ആ ഗായത്രി അഭിരാമിയായിട്ട് മാറുമ്പോഴും അതേ ഗായത്രി തന്നെയാണ്. അല്ല, അഭിരാമി എനിക്ക് തോന്നുന്നു ഇത്രയ്ക്ക് അങ്ങോട്ട് തുറന്നു പറയുന്ന വ്യക്തിത്വമല്ല. അഭിരാമിയുടെ പേഴ്സണൽ ലൈഫിലാണ് പ്രശ്നങ്ങൾ ഉണ്ടാവണേ. അതായത് ആ കുട്ടി ബൗണ്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്. അത് വിട്ട് ആ കുട്ടിക്ക് പുറത്തേക്ക് പോകാനും പേഴ്സണൽ ലൈഫ് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യാൻ തുടങ്ങി. അതാണ് അഭിരാമിയുടെ കഥ. അങ്ങനെ കഥ അല്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഒത്തിരി സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തിട്ടുണ്ട് ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ പറയുമ്പോഴേ. പക്ഷെ എനിക്ക് പറയാൻ പറ്റുമായിരുന്നു ചേട്ടാ. പക്ഷെ അഭിരാമിക്ക് പറയാൻ അങ്ങനെ വ്യത്യാസം. അതെ അതെ. എങ്ങനെ പിടിച്ചു നിന്നു അപ്പം പറയാൻ പറ്റാതെ, പൊട്ടിത്തെറിക്കാൻ പറ്റാതെ? അത് പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ആ ഒരു സമ്മർദ്ദം, നമ്മളാവാൻ പറ്റാത്തതിന്റെ ഒരു സമ്മർദ്ദം ഭയങ്കര. ഡയറക്ടർ ഇച്ചി പാടുവിട്ട് കാണും. ഞാനും പാടും. നമ്മളൊന്നും പിടിച്ചിരിക്കണ്ടേ? എന്തും പറയാൻ ധൈര്യമായിട്ടിരിക്കുന്ന അഭിരാമി എന്ന കഥാപാത്രത്തിന് പറയാൻ പറ്റണില്ല. പറയണമെന്നുണ്ട് താനും. സിനിമ കഴിഞ്ഞിട്ട് പറയാം നമുക്ക്. സിനിമ കഴിഞ്ഞിട്ട് സിനിമ കണ്ട് ഇങ്ങനെയായിരുന്നല്ലോ ഗായത്രി ഈ അഭിരാമി ആയതെന്ന് സിനിമ കണ്ട് തീരുമാനിക്കട്ടെ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ശേഷം അടുത്ത സിനിമ റിലീസ് അല്ലേ? ഹാപ്പി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു? ദുബായ് ഒക്കെ ആയിരുന്നല്ലോ ലൊക്കേഷൻ? ദുബായ് ആയിരുന്നു. അടിച്ചു പൊളിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് ടൈറ്റ് ഷൂട്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ സമയം നമ്മൾ തകർത്തു. ഒരു ഇപ്പം ഒരു സോഷ്യൽ മീഡിയ ആക്റ്റീവ് എന്ന നിലയിലേക്കാണ് ഗായത്രി നിൽക്കുന്നത്. അതെ, അഭിരാമിയുടെ കഥാപാത്രം അത് തന്നെയാണ്. ഈ സബ്ജക്റ്റ് പറയപ്പെടേണ്ട സബ്ജക്റ്റും നമ്മൾ കേൾക്കേണ്ട സബ്ജക്റ്റുമായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ കൈ കൊടുക്കുന്നത് അല്ലേ? അങ്ങനെ തോന്നാനുള്ള കാരണം എന്തായിരിക്കും? അതായത് ഇപ്പം റീസെൻ്റ്ലി നമ്മൾ സോഷ്യൽ മീഡിയ ഒരുപാട് അഡിക്ഷൻ കാണുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഒക്കെ നമ്മൾ ഈ ഒരു ചിത്രത്തിൽ കൂടി ചർച്ച ചെയ്യണം. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് എന്ന് പറയുന്നത്. ഈ അഭിരാമി എന്ന കഥാപാത്രത്തെ ഗായത്രി എന്ന നിലയിലേക്ക് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പുള്ളിക്കാരിയുടെ 100% ആത്മാർത്ഥതയോടുകൂടി അഭിരാമി തകർത്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ ഗായത്രിയുടെ ഇതിനു മുമ്പ് പരിചയം ഉണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ഈ മൂവിയിലാണ് പരിചയപ്പെടുന്നത്. ഗായത്രിയുടെ സോഷ്യൽ മീഡിയ പേജുകളൊക്കെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഞങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ കൂടുതലായിട്ട് ഫോളോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ എന്ത് തോന്നി? ആള് 100% ജെനുവിൻ ആണെന്ന് എനിക്ക് തോന്നി. കാരണം ഉള്ളിലൊന്നുമില്ല. പറയേണ്ടത് പറയും, ആഗ്രഹങ്ങളും പറയും. ഇഷ്ടമുള്ള ഒരു സ്വീകരിച്ചാൽ മതി അല്ലേ ഗായത്രി? നമ്മുടെ ആഗ്രഹം പറയാൻ നമുക്ക് എന്താ കുഴപ്പം അല്ലേ? എത്ര ആഗ്രഹങ്ങൾ നമ്മൾ പങ്കുവെച്ചു. എസ്പെഷ്യലി ചേട്ടാ, ഞാൻ വളരെ വലുതായി ആഗ്രഹിക്കുന്ന ഒരാളാണ്. ചെറിയ ആഗ്രഹം പറഞ്ഞാൽ വലിയ നല്ല കാര്യമാണ്. ഒരുപാട് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. എന്നാലേ കുറച്ചെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. ചെറുതെങ്കിലും കിട്ടുള്ളൂ. വലുത് ആലോചിക്കുമ്പോൾ ചെറുതെങ്കിലും കിട്ടും. കിട്ടാതെ പോയ ആഗ്രഹത്തിൽ ഏറ്റവും സങ്കടം തോന്നിയ ആഗ്രഹം ഏതാ? ഒന്നുമില്ല ചേട്ടാ, ഒന്നുമില്ല. എല്ലാം കിട്ടിയോ? എല്ലാം കിട്ടിയിട്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ടില്ല. ഡീപ് ഡൗൺ എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഫ്രം എവറി ഫൈബർ ഓഫ് മൈ സെൽ,
ആഗ്രഹിച്ചതൊക്കെ കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ടല്ലേ? ഇനി ഒരു ആഗ്രഹം എന്താണ്? ഇനി ഒരു ആഗ്രഹം സിനിമയിൽ സജീവമായിട്ടുണ്ടല്ലോ, ഇപ്പം കുറെ സിനിമകളുണ്ടല്ലോ, ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. അതുമല്ല ചേട്ടാ, ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യണം. ഓരോ ഡയറക്ടറിന്റെ ഒരു വിഷന് സറണ്ടർ ചെയ്ത് അദ്ദേഹം പറയണ പോലെ അഭിനയിച്ച് അങ്ങനെ ഓരോ ക്യാരക്ടറും വ്യത്യാസമായിട്ട് ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഈ വേണ്ടത്ര സ്പേസ് കിട്ടിയിട്ടില്ല എന്ന് ഗായത്രി സ്വയം വിലയിരുത്തിയിട്ടുണ്ടോ? ഇല്ല ചേട്ടാ, അത് കുറേയൊക്കെ എൻ്റെ ഒരു ഇതുകൊണ്ടും ഉണ്ട്. അതായത് നമ്മളെ തന്നെ നന്നായി മെയിൻറ്റെയിൻ ചെയ്ത് മാനേജ് ചെയ്ത് പോകണം. അപ്പോൾ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഇത് കരിയറിൽ റിഫ്ലക്റ്റ് ചെയ്യുമല്ലോ. അല്ലാതെ നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് സ്പേസ് തന്നില്ല എന്നൊക്കെ. എൻ്റെ ഭാഗത്തു നിന്നുള്ള എഫേർട്ടും വളരെ ജെന്യുവൻ ആയിരിക്കണമല്ലോ. അപ്പോൾ ഇല്ല, കുഴപ്പമില്ല, ഞാൻ ഇത്ര കുഴപ്പിയിട്ടും എനിക്ക് ഇത്രയെങ്കിലും കിട്ടിയില്ലോ എന്നുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എനിക്ക്. അല്ല, ഗായത്രി പറയുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ട്. അതൊക്കെ സിനിമയെ ബാധിച്ചിട്ടുണ്ടോ? കരിയറിനെ എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? ഇപ്പം ഗായത്രി പല കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ഗായത്രീനെ കൊണ്ടുവന്ന് ഗായത്രി എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും, അല്ല ഗായത്രി ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സംസാരിക്കുമെന്നൊരു ഭയപ്പെട്ട് ഏതെങ്കിലും ഡയറക്ടർമാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവാം ചേട്ടാ, ഉണ്ടാവാം. കാരണം എനിക്കങ്ങനെ ഓപ്പണായിട്ട് എനിക്കറിയില്ല. ഉണ്ടാവാം, ഉറപ്പായിട്ടും ഉണ്ടാവാം. കാരണം നമ്മളൊരു കോളേജിൽ പോയിട്ട് ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ അവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ആ കോളേജിൽ ജോയിൻ ചെയ്യരുത്. അല്ലാതെ ആ കോളേജ് പൊട്ടയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ ഒരു ലിമിറ്റ്, അല്ലെങ്കിൽ പിന്നെ നമ്മളെ തന്നെ ഒന്ന് പ്യുവറാക്കിയാൽ വരുന്ന കാര്യങ്ങളും പ്യുവറാവും. അങ്ങനെ അപ്പൊ പിന്നെ എന്തും പറയാ, എന്തും നല്ല, അപ്പൊ പിന്നെ പറയുന്നതൊക്കെ നല്ലതാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. അതെ. അല്ല, ഇങ്ങനെ തുറന്നു പറയുന്നതാണ് ഗായത്രി. അതാണ് നേരത്തെ പറഞ്ഞത്, എന്തും പറയാൻ. ഇപ്പൊ നമ്മൾ ചോദ്യത്തിന് കൃത്യമാണ് ഗായത്രിയുടെ മറുപടി. അങ്ങനെയല്ലേ ഹരീഷ് തോന്നിയ? അല്ലേ? ഇങ്ങനെ ആകണം അല്ലേ? നമ്മൾ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ട് പുറത്ത് ചിരിക്കണോണ്ട് കാര്യം. നമ്മൾ ഉള്ളില് വേറൊരു തോട്ട്സും പുറത്ത്, ഇപ്പൊ ഉള്ളിൽ ദേഷ്യം വെച്ചിട്ട് നമ്മൾ പുറത്ത് ചിരിച്ചു കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. അതാണ് ഗായത്രിയുടെ വ്യത്യാസം ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ ഗായത്രിയുടെ ഇന്റർവ്യൂ ഇതിനു മുമ്പ് എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഇന്റർവ്യൂവിൽ ഞങ്ങൾ രണ്ടും നാളുകളോളം ഇയറിൽ നിന്നിട്ടുണ്ട്. ഞങ്ങൾ ഇയറിൽ നിന്നിട്ടുണ്ട് ആ ഒരു ഇന്റർവ്യൂ. ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? അതിപ്പോ നമ്മുടെ പ്രൊമോഷൻ വന്നപ്പോ ഞാൻ കൊടുത്ത മോട്ടിവേഷൻ അതാ, കുറച്ച് നാളായാലും ഇയർത്തില് ഇനി പോയിട്ട് വരാന്നുള്ളൂ. അല്ല, അതുകൊണ്ട് ഞങ്ങള് വലിയ ഒരു സംവാദം നടത്തിയാണ്. ഒരു സിനിമയുടെ എനിക്ക് മറന്നുപോയി. അതെ, നമ്മള് മണിക്കൂറോളം ഇരുന്ന് സംവാദം നടത്തി. ഒരു വല്ലാത്ത ഇയറിലായതാ. ഗായത്രി ഇയറിലായി, ഞാനും ഇയറിലായി. ഞാൻ ചോദിച്ചാൽ ഗായത്രി ഉപ്പയ്ക്ക് അങ്ങനെയല്ല, അപ്പൊ ഞങ്ങള് എപ്പോഴൊന്ന് ഫൈറ്റ് ചെയ്ത. പക്ഷെ അതിൽ നിന്നൊക്കെ ഒത്തിരി മാറിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സ്വയം ഒരു മാറ്റം, പിന്നെ നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഹാപ്പിയാണ് ഞാൻ. എന്നിൽ കുറച്ചുകൂടി എനിക്ക് വിശ്വാസമുണ്ട്. ഇപ്പൊ കുറച്ചുകൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ചുകൂടി നന്നാവാൻ പറ്റുമെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നണില്ല എനിക്കിനി ഇത് പറ്റുമെന്ന്. കാരണം നമ്മളിൽ വിശ്വാസം ഇല്ലല്ലോ. പക്ഷെ ഇപ്പൊ എനിക്കതുണ്ട്. കുറച്ചുകൂടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നൽ. ഗായത്രിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ, എന്തെങ്കിലും ഒരു വിഷയം വരുമല്ലോ, മനുഷ്യ എനിക്കാണെങ്കിലും ഉണ്ടാവും, ഹരീഷ്ണ ആർക്കാണെങ്കിലും. അങ്ങനെ വരുമ്പോൾ ഏറ്റവും അടുത്തൊരാൾ വിളിക്കണമെന്ന് തോന്നിയാൽ അയാൾ വിളിക്കുകയും അയാൾ ഒരു സമാധാനത്തിൻ്റെ വാക്കുമായിട്ട് എത്തുകയും ചെയ്തു. അങ്ങനെ ഒരാളുടെ പേര് പറയാൻ പറഞ്ഞാൽ ഗായത്രിക്ക് ആരെ പറയാൻ പറ്റും? എനിക്കാരെയും പറയാൻ പറ്റില്ല. എനിക്ക് എന്നോട് തന്നെ പറയാൻ പറ്റുള്ളൂ. എനിക്ക് അങ്ങനെ വേറൊരാളെ വിളിക്കാൻ പറ്റില്ല. വിശ്വാസക്കുറവാണോ? അതല്ല, എനിക്ക് എൻ്റെ ഇൻറ്റ്യൂഷനിൽ ഭയങ്കര ട്രസ്റ്റാണ്. വേറെ ആർക്കും അത് ചിലപ്പോൾ അത് മനസ്സിലാവാത്തതുകൊണ്ടായിരിക്കും. അപ്പോൾ അവർക്ക് തോന്നണ കാര്യമായിരിക്കും അവർ പറഞ്ഞു തരിക. അത് പക്ഷെ നമുക്ക് വർക്ക് ആവണമെന്നില്ലല്ലോ. അപ്പൊ ഏറ്റവും ഞാൻ എന്നോട് തന്നെ പറഞ്ഞിട്ട് നമുക്ക് തോന്നുന്നത് ചെയ്ത് വർക്കായാലായി, പോയാൽ പോയി എന്നുള്ള പോലെ നമ്മൾ സ്വയം സമാധാനിക്കും. അതെ അല്ലേ? വിശ്വാസക്കുറവല്ല. ആരോട്? ഒരാളോട് പറയുമ്പോൾ അത് ഞാൻ പറയണ്ട, ഞാൻ പറഞ്ഞാൽ അയാൾ എങ്ങനെ എടുക്കും, അങ്ങനെ ഒരു വിശ്വാസക്കുറവുണ്ടല്ല. അതും എനിക്ക് എന്നെക്കാട്ടും വിശ്വാസം വേറെ ആരെയും ഇപ്പൊ അങ്ങനെ ഇല്ല. ഈ സിനിമയിൽ വെച്ചിട്ട് ഹരീഷിന് വിശ്വാസം ഉണ്ടായിരുന്നു? ലൊക്കേഷനിൽ ഹരീഷിന് വിശ്വാസം ഉണ്ടായിരുന്നു? പിന്നെ അതായത് ഹരിച്ചേട്ടൻ എന്നെ അങ്ങനെ ഒരു നല്ല രീതിക്ക്, നല്ല ഇന്റൻഷൻസ് ആണ് എൻ്റെ അടുത്ത്, അങ്ങനെ പൊട്ട രീതിക്ക് എന്നെ അപ്രോച്ച് ചെയ്യില്ല എന്നൊക്കെ ഉള്ള ഇതുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ കോറിൽ ഇരിക്കുന്ന എൻ്റെ പോയിന്റ്സ് ഉണ്ടല്ലോ, നമ്മൾ വിശ്വസിക്കുന്ന ചില, അത് നമുക്ക് ആരോടും പറയാൻ പറ്റില്ല, നമ്മുടെ ഉള്ളിൽ തന്നെ. അതെ. ഹരീഷിനെ അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ സംസാരിച്ച് എന്തായിരിക്കും ഓർത്തെടുക്കാൻ പറ്റും? ഹരിച്ചേട്ടനെയാ? ഓ ഇല്ല. ആദ്യം ഞാൻ കാണുമ്പോ പുള്ളിക്കാരി ഹെയർ ചെയ്തോണ്ടിരിക്കുക അല്ലേ? അപ്പഴാണ് ഞാൻ കയറി പറഞ്ഞത് റൂമില്. എന്നാണ് ആദ്യമായിട്ട് കാണുന്നത്. സംസാരിച്ചെന്താണെന്ന് ഓർമ്മയില്ല. ജസ്റ്റ് ആദ്യമായിട്ട് കാണുവാണ്. അല്ല, ഗായത്രി ആണെങ്കിലും നായിക എന്ന് അറിയാമായിരുന്നല്ലോ. അറിയായിരുന്നു. അപ്പം ഗായത്രിനെ കുറിച്ചൊന്ന് പഠിച്ചിരുന്നോ?
ഇല്ല. അല്ല ഞാൻ ഇത് ചോദിക്കാനുള്ള കാരണം നമ്മൾ ഒത്തിരി, പക്ഷെ ഗായത്രി വേറൊരു റേഞ്ചിലാണ്. ഗായത്രി ഇപ്പൊ ഹരികൃഷ്ണന്റെ അടുത്താണ്, അവിടെ വെച്ചാണ് ഈ കാര്യങ്ങൾ പറയും. അപ്പൊ അതുകൊണ്ട് അത് പഠിച്ചിരുന്നു ഞാൻ ചോദിച്ചത്. അതുകൊണ്ട് മാത്രം ചോദിച്ചാണ്. ഇല്ല, അങ്ങനെ പഠിച്ചിട്ടില്ല. പെട്ടെന്ന് ജെല്ലായില്ലേ? ഞങ്ങൾ കറക്റ്റ് പെട്ടെന്ന് സിങ്ക് ആയി. സംസാരപ്രിയുള്ള ആളാണല്ലോ. അതെ അതെ, ഞാൻ കേൾക്കാൻ ഭയങ്കര, അവർ രണ്ടും കറക്റ്റാണ്. അതെ, എനിക്ക് സംസാരം കുറവാണ്. ഇവിടെ കേൾക്കാൻ ഇഷ്ടമാണ്, ഇവിടെ സംസാരമുണ്ട്. അല്ല, സംസാരം കുറവൊന്നുമില്ല കേട്ടോ, നല്ല ജെല്ലായി. അതായത് എനിക്ക് അത്ര കംഫർട്ട് വരണം, എന്നാലേ അതെ അതെ ഒരു ഫ്രീ ആവുള്ളൂ. അല്ലെ ഇപ്പൊ അതൊക്കെ ഈ ഒരു മൂടാ അല്ലേ, പതുക്കെ പതുക്കെ ആയി വരുള്ളൂ അല്ലേ. അങ്ങനെ നിങ്ങൾ നല്ല ലൊക്കേഷനിൽ നല്ല രസകരമായിട്ട് പോയ ഒത്തിരി മുഹൂർത്തങ്ങൾ ഉണ്ടാവുള്ളൂ. അവിടെ നിന്ന് ഒരു ഓർത്തെടുക്കാൻ പറ്റിയ ഒരു മുഹൂർത്തം എന്തായിരിക്കും ഹരികൃഷ്ണൻ? പെട്ടെന്ന് ചോദിച്ചാൽ ഫുള്ള് വെള്ളം മണ്ടത്തരങ്ങളുടെ ഒരു സംസ്ഥാന സമ്മേളനം. പക്ഷെ ഇപ്പം കുറച്ചുകൂടി സ്പിരിച്വലി എനിക്ക് തോന്നുന്നു, എനിക്ക് അടുത്തിരിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഒരു കുറച്ച് അപ്ഗ്രേഡ് ആയി എന്ന് തോന്നിക്കുന്ന രീതിയിൽ. അങ്ങനെ ഞാൻ മാക്സിമം ട്രൈ ചെയ്തിട്ട് തോന്നിപ്പിക്കാൻ മാക്സിമം. പക്ഷെ അത് ഫലം കണ്ടെന്നുള്ളതാണ്, ശ്രമം ഫലിച്ചു. ഇതാണ് അഭിനയം എന്ന് പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചങ്ങലക്കിട്ട സിംഹത്തിന് വലിച്ചു ഒരു വെളിയിടും. ഇടയ്ക്കറിയാതെ പുറത്തേക്ക് വരെങ്കിലും. അല്ല, പറഞ്ഞല്ലോ മണ്ടത്തരങ്ങൾ. അപ്പോഴും ഇപ്പോഴൊരു വ്യത്യാസം പറയുമ്പോഴേ അതും അഭിനയിക്കാൻ മിടിക്കുകയാണ്. അതുകൊണ്ടാണ് തോന്നിപ്പിക്കാൻ കഴിഞ്ഞതാണ് പറഞ്ഞത്. അതൊരു പോയിന്റ് ആണ് കേട്ടോ. അല്ല, ചേട്ടൻ അഭിനയിക്കാൻ മിടിക്കാന്ന് പറഞ്ഞില്ലേ, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം എനിക്ക് ഇഷ്ടാ എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിനയിക്കാനാണ് ഏറ്റവും ഇഷ്ടം. സോ അത് അങ്ങനെ പറയുമ്പോൾ ഇപ്പൊ എന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ വലിയൊരു പക്വതയാണ് ഞാൻ കാണുന്നത്. അതെയോ? വെറുതെ അല്ല, എനിക്ക് കുറച്ചാളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല ഈ ഇടയ്ക്ക് നമ്മൾ മെച്യൂരിറ്റി. അതാരാണ് ഉപദേശം? ആരാണ് ഉപദേശം? ഞാൻ എല്ലാം നമ്മൾ സ്വയമാണ്. സ്വയമല്ല ചേട്ടാ, എനിക്ക് അതെ സ്വയമാണ്. അങ്ങനെ വേണ്ട, നമുക്ക് ഇങ്ങനെ ഒന്ന് മാറാം, ഒന്ന് മാറി ചിന്തിക്കാം. മാറി ചിന്തിക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറി ചിന്തിക്കാം. അതെ, എവിടെങ്കിലും ഉറച്ചു നിൽക്കോ? അല്ലെങ്കിൽ ഒന്ന് ഉറച്ചു നിൽക്കാവോ? അല്ലെ ഞങ്ങൾ പോയിട്ട് വരാം, ഞങ്ങൾ രണ്ടുപേരും. അതല്ല, ആദ്യം തോന്നും പറയാമെന്ന്, പിന്നെ ഒന്നും പറയണ്ട. അപ്പൊ അങ്ങനെ അതാണ് നേരത്തെ പറഞ്ഞ, അതായത് ഓപ്പൺ ആയിട്ട് സംസാരിക്കും, ഇപ്പൊ ഒന്ന് ചിന്തിക്കും. ആ ഒരു ചിന്ത വരുന്നുണ്ട്, അത് ഞാൻ പറയണോ? അതല്ല ചേട്ടാ, ഉള്ളില് കുറെ ആൾക്കാരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് നമ്മളെ പറ്റി ഒരു നല്ല ഒരു ഇതില്ലാതെ പോവില്ലേ, അതൊക്കെ എനിക്കൊന്ന് മാറ്റണം എന്നുണ്ടായിരുന്നു. എനിക്ക് എന്നെ തന്നെ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്, അതൊക്കെ പോയിണ്ടായിരുന്നു. അതെനിക്ക് തീരെ സഹിച്ചില്ല. അത് അങ്ങനെ ഒരു ശരിയാണ് ഈ പറയുന്ന വളരെ മോശകരമായ നിലയിലേക്ക് പോണ പോലെ തോന്നി, സ്വയം തോന്നി. നമ്മൾ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിക്ക് വരുന്നു. അത് നമ്മളൊരു മാറ്റം വേണമെന്ന് പ്രതീക്ഷ, ആ ഒരു മാറ്റത്തിലേക്ക് വന്നു എന്ന് എനിക്ക് തോന്നുന്നു ഗായത്രി കേട്ടോ. എനിക്കിവിടെ ഇരുന്നപ്പോൾ ഞാൻ അത് തന്നെ അതിൽ തന്നെ പിടിച്ചോണ്ടിരിക്കും. എനിക്ക് അങ്ങനെ തോന്നി. ഇനിയിപ്പോൾ ഇനി മറ്റു ഇന്റർവ്യൂ കാണുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്കറിയാൻ പറ്റില്ല. എൻ്റെ മുമ്പിൽ എന്തായാലും അങ്ങനെയാണ് എനിക്ക് തോന്നി. വേറെ എവിടെയും പൊട്ടത്തരവും ഇതും കാര്യങ്ങളൊക്കെ പറയുന്നത് എനിക്കറിയില്ല. ഇപ്പൊ ഹരീഷൻ പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു അതിനൊരു ക്വാളിറ്റി ഉണ്ട്. ആ പൊട്ടത്തിന് ക്വാളിറ്റി ഉണ്ട്, നമ്മളങ്ങനെ തള്ളുന്നില്ല അല്ലേ? തള്ളുന്നില്ല, വലിയ തള്ളില്ല, ചെറിയ ഒരു ഓട്ടോറിക്ഷ തള്ളുന്നുള്ളൂ. ട്രെയിനൊക്കെയാണ് തള്ളിക്കൊണ്ടിരുന്നത്. അതല്ല, എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ചുകൂടി മറ്റുള്ളവരെക്കാട്ടും വലുതായിട്ട് ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. എന്താ പറയാ, വലിയ തള്ളുകാരുടെ അടുത്ത് നമ്മൾ താഴെ നിന്നും തള്ളുള്ളൂ. അങ്ങനെയല്ല, ഉദാഹരണം വേണമെങ്കിൽ പറയാം നമുക്ക്. അങ്ങനെയല്ല, എനിക്ക് എന്നെ പറ്റി കോൺഫിഡൻസ് ഉണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ ഞാനാണ് ഏറ്റവും വലുത് എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. അപ്പൊ പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നല്ലേ? പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിലും അതെനിക്ക് അഡോപ്റ്റഡ് ആണ് ചേട്ടാ, ബോറോഡാണ് ഞാൻ. ബേസിക്കലി ഞാൻ അങ്ങനത്തെ ആളല്ല ചേട്ടാ. യു ആർ എ ജീനിയസ്. ഞാൻ സ്ഥാപിക്കാൻ നോക്കുകയാണെന്നായിരിക്കും ഇനി കമന്റ് വരാൻ പോകുന്നത്. അല്ല, അത് കുഴപ്പം. പക്ഷെ പണ്ട് ആ സമയത്ത് 2 വർഷം മുമ്പ് എനിക്ക് ചേട്ടനോട് ദേഷ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഫീൽ ചെയ്യുന്നത്. അതെ, 2 വർഷം മുമ്പ്
അമ്മ കണ്ടു നമ്മുടെ അന്നത്തെ ഇന്റർവ്യൂ. അപ്പൊ അമ്മ അവസാനം പറഞ്ഞൊരു ഡയലോഗ്, പക്ഷെ ആൾക്ക് നിന്നോടൊരു സ്നേഹമുള്ള പോലെ ഫീൽ ചെയ്യുന്നുണ്ടെന്ന് അന്ന് അമ്മ പറഞ്ഞു. അമ്മ അന്ന് പറഞ്ഞു. അന്ന് നീ തിരിച്ചറിഞ്ഞില്ല അല്ലേ ഗായത്രി? എന്റെ സ്നേഹം സ്നേഹം വല്ലാത്ത പ്രശ്നമുണ്ട് ഗായത്രി, ഇപ്പോഴെങ്കിലും തിരിച്ചറിഞ്ഞു. അതെ അതെ അതെ. അത് എനിക്ക് സമാധാനമായി. എത്ര പേരുടെ മുമ്പിൽ എന്റെ അമ്മ അന്ന് എന്നെ തിരിച്ചറിഞ്ഞു. സാക്ഷിയാൻ എനിക്ക് പറ്റിയില്ല. പറ്റിയില്ല. അന്ന് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്നാ ഫൈറ്റ് ചെയ്തത്. അന്ന് അമ്മ കണ്ടറിഞ്ഞു എനിക്ക് സ്നേഹമുള്ള മനുഷ്യനാണ്. ഇപ്പൊ ഗായത്രിയും തിരിച്ചറിഞ്ഞു. എനിക്കും സന്തോഷമായി. ഇനി ഇന്റർവ്യൂ എടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലേക്ക് പോയി. ടാഗ്ലൈനായി. ആ ടാഗിലൊന്ന് പറഞ്ഞേ. ഹൈദരാലിയുടെ സ്നേഹം. അല്ല, അന്ന് തിരിച്ചറിഞ്ഞ അമ്മ. ഹൈദരാലി സ്നേഹമുള്ള മനുഷ്യനെന്ന് ഞാൻ അമ്മ അന്ന് തിരിച്ചറിഞ്ഞു. അതാണ് ഹൈലൈറ്റ്. എന്നിട്ടും ഗായത്രി എന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ. അല്ല, ചേട്ടൻ അതല്ലേ പറയണേ, അതായത് ചേട്ടൻ സ്നേഹമുള്ള മനുഷ്യനാണ് ഞാൻ തിരിച്ചറിഞ്ഞു, അതല്ലേ താങ്കൾ പറയണേ? അതെ അതെ, ഞാൻ പറഞ്ഞ അതാണ്. ഇപ്പൊ ഗായത്രി അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ലോ. ഗായത്രി പറഞ്ഞ ഞാൻ അപ്പൊ പറഞ്ഞാരാ അന്ന് ഇന്റർവ്യൂ എടുത്തപ്പോഴും എയർലി ചെയ്തപ്പോ അമ്മ തിരിച്ചറിഞ്ഞു ഹൈദരാലിക്ക് എന്തോ സ്നേഹമുള്ള പോലെ. കുറെ ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നല്ലേ ഉള്ളൂ. ചോദ്യങ്ങൾ കൃത്യമായിട്ട് മറുപടി നമ്മൾ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യത്തിനൊന്നും ഇപ്പൊ പ്രസക്തമില്ല. അതെല്ലാം കഴിഞ്ഞു പോയ കാലഘട്ടമാണ്. എങ്കിലും ഒന്ന് ചോദിക്കട്ടെ, പ്രണയം ഇപ്പൊ ആരോടാണ്? പ്രണയം ആരോടും ഇല്ല. നിർത്തി നിർത്തി നല്ല ചേട്ടാ, ആരോടും പ്രണയം ജീവിതത്തിനോടാണ്. അതെ, അതിപ്പോ അങ്ങനെ തന്നെ പറയാ. കറക്റ്റ് കേട്ടോ. അത് പരീക്ഷ കൃത്യം. അത് തന്നെ ഇപ്പൊ എല്ലാം അവിടെ ജീവിതത്തിലാണ് കൊണ്ട് നിർത്തിയിരുന്നത്. അതുകൊണ്ട് കറക്റ്റ് അവിടെ വേണ്ട ഇവിടെ പറഞ്ഞെന്നുള്ളൂ. അല്ല, അത് പറയാനേ വന്നേ. പക്ഷെ അത് റിപ്പീറ്റേഷൻ ആവല്ലോ വെച്ചിട്ട് പറഞ്ഞില്ല. എനിക്ക് ആരോടും പ്രണയമില്ല ചേട്ടാ, ആരോടും പ്രണയമില്ല. തുറന്നു പറഞ്ഞവരൊക്കെ വേണ്ടാന്ന് വെച്ചോ? തുറന്നു പറഞ്ഞവരൊക്കെ വേണ്ടാന്ന് വെച്ചു. നമ്മൾ സ്വയം വേണ്ടാന്ന് വെച്ചോ തുറന്നു പറഞ്ഞവരൊക്കെ? ഈ പറഞ്ഞ പോലെ ചേട്ടാ, എനിക്കിപ്പോ കുറെ പണികൾ ചെയ്യാനുണ്ട്. പ്രണയിക്കാൻ സമയമില്ല, പ്രണയം പറയാനും സമയമില്ല അല്ലേ? വിഷമം തോന്നിയിട്ടുണ്ടോ? എന്തിന്? ഇല്ല ഇല്ല. എന്തിന് വിഷമം തോന്നിയിട്ടുണ്ടോ? നമ്മൾ ഈ പറഞ്ഞ ആളുകളൊന്നും സ്വീകരിക്കാതെ വന്നപ്പോ വിഷമം തോന്നിയിട്ടുണ്ടോ? ഇല്ല ഇല്ല, വിഷമം തോന്നിയിട്ടില്ല. കാരണം ഞാൻ ജെന്യുവൻ ആണോ? വെറുതെ ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യു ഹാവ് ടു ബി ജെന്യുവൻ ഇൻ വാട്ട് യു സേ. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ചേട്ടൻ ചോദിക്കപ്പോ അന്ന് ജെന്യുവൻ ആയിരുന്നില്ലേ എന്ന്. അപ്പൊ അന്ന് ഞാൻ ജെന്യുവൻ ആയിട്ടാണത് പറഞ്ഞത്. എന്തിനിപ്പോ ചേട്ടൻ എന്തിനെ പറ്റിയിട്ടാ ചേട്ടൻ ചോദിക്കണേ? യു ആർ എ ജീനിയസ് ചേട്ടാ, യു ആർ എ ജീനിയസ്. എനിക്ക് അത്രേ പറയുള്ളൂ ഈ അവസരത്തില്. പ്രണയം എന്ന് പറയുന്ന സാധനം എനിക്കൊന്നും പറയല്ലേ, ഞാൻ നിർത്തി. എനിക്കൊന്നും പറയല്ലേ. അല്ല, ഞാൻ എവിടെ എത്തുന്നു ഗായത്രി മുൻകൂട്ടി മനസ്സിലാക്കി. അതെ അതെ, ഞാൻ എവിടെ എത്തുന്നു ഗായത്രി മുൻകൂട്ടി മനസ്സിലാക്കി അല്ലേ? അല്ലേ? അതല്ലേ അല്ല, എനിക്ക് തോന്നിയേക്കുന്നത് പുള്ളിക്കാരി പ്രണയമല്ല, പുള്ളിക്കാരുടെ ഒരു ആഗ്രഹം, അത് ഒരു ക്രഷ്, ഇൻഫാക്ച്വേഷൻ, അങ്ങനത്തെ സംഭവങ്ങളാണ് പുള്ളി പറഞ്ഞേക്കണത്. അത് പ്രണയം എന്ന് നമുക്ക് പറയണമെങ്കിൽ അത് രണ്ടുപേര് സംസാരിച്ച് വർക്കൗട്ട് ആകേണ്ട ഒരു കേസാണ് പ്രണയം. അല്ലേ? നമുക്ക് തോന്നിയത് നമുക്കൊരാളോട് തോന്നി നമ്മൾ പറഞ്ഞു. വേണമെങ്കിൽ സ്വീകരിക്കട്ടെ, ഇല്ലെങ്കിൽ പോട്ടെ, ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? അത്രയും ഇല്ല, അത്രയും ഡെപ്തും ഇല്ല. അത്രയും ഇല്ല, അത്ര ഡെപ്തും ഇല്ല. എന്ത് ഫേക്കാ താൻ? അഖിൽ മാരാർ പറഞ്ഞ പോലെ ഞാൻ ഒറിജിനൽ ആയ ഒരു ഫേക്കാണ്. അല്ല, അതല്ല അതല്ല ചേട്ടാ. ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് സ്റ്റക്ക് എന്നുള്ള പോലെ. അല്ല, ഫേക്ക് എന്ന് പറഞ്ഞ എങ്ങനെയാ? അതെ അതെ, ഫേക്ക് എന്ന് പറഞ്ഞ ഫേക്ക് ഒന്നിലുമില്ല എന്ന് പറയുമ്പോഴേ അങ്ങനെ ഹരീഷിന്റെ ഉദാഹരണം അങ്ങനെയുമില്ല. നമുക്കൊരാളെ അറിയാതെ നമുക്ക് എങ്ങനെയാ ആളോട് നമുക്ക് എന്നെ സ്വീകരിക്കാൻ പറയാ? ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരാളുടെ പെരിഫറൽ ആയിട്ടുള്ള സ്വഭാവം കാണുമ്പോൾ നമുക്ക് തോന്നുമായി കലക്കൻ മനുഷ്യൻ. പിന്നെ ആള് ഭയങ്കര യുണീക്ക് ആണെന്നൊക്കെ നമുക്ക് ഒളിച്ചു കളിക്കേണ്ട ആവശ്യമില്ലല്ലോ. യുണീക്ക് ആണെന്നൊക്കെ പറയുന്നു. അപ്പൊ ആ സമയത്ത് എനിക്കാണെങ്കിൽ ബോധമില്ല. അപ്പൊ നമ്മൾ ഓരോന്ന് വിളിച്ചു പറയുന്നു. പണ്ട് തൊട്ടേ നമ്മൾ പറയില്ലേ, എന്താ പറയാ, ഇപ്പൊ കാവ്യമാധവൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ട് പണ്ട് ഞാൻ മോഹൻലാലിനെ കല്യാണം അങ്ങനെ പറയാറുണ്ട്. അതുപോലെ ഞാൻ പ്രണവ് മോഹൻലാൽ അങ്ങനെ എന്നെ കൊണ്ട് തോറ്റു ഞാൻ. ചേട്ടാ പറഞ്ഞു നമ്മൾ അതൊരു ആ ഒരു ഇതിലങ്ങ് പിടിച്ച് പറഞ്ഞു എന്നുള്ളൂ. അപ്പൊ ഇനി ഗായത്രി ഇനി പറയരുത് എന്ന് ആൾക്കാർ പറയുമ്പോ പറഞ്ഞിട്ടെന്നെ കാര്യം അങ്ങനെ പറയും. അപ്പൊ എന്തിനാണ് പറയണേ? ഇതിന്റെ ശരിക്കുള്ള എന്തിനാണ് താങ്കൾ പറയണേ? ഇതിന്റെ ഡെപ്ത് എന്താണ് എന്നൊക്കെ പിന്നെയല്ലേ നമുക്ക് മനസ്സിലാവുക.
പിന്നീട് നമ്മൾ നമ്മളിലേക്ക് കുറച്ച് അടുക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഓക്കെ അങ്ങനെയാവും. പിന്നെ നമുക്ക് നമ്മളിൽ ഡെവലപ്പ് ചെയ്യണം, നമ്മളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആവുമല്ലോ. അതെ അതെ അതെ. ഗായത്രിയുടെ ജീവിതത്തിൽ ഒരു വിവാഹം കഴിക്കണമെങ്കിൽ എങ്ങനെയാണ് ആ പുരുഷന്റെ ഒരു സങ്കല്പം? ഇപ്പം എനിക്കൊരു സങ്കല്പം, ഒരു പെണ്ണിനെ കുറിച്ച് സങ്കല്പം, ഹരികൃഷ്ണൻ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഗായത്രിയുടെ സങ്കല്പം എന്താണ്? എനിക്ക് ഭയങ്കര സോഫ്റ്റ് ആൻഡ് ജെന്റിൽ ആയിട്ടുള്ളൊരു ആളെയാണ് ഇഷ്ടം. പക്ഷേ അറ്റ് ദ സെയിം ടൈം ആൾക്ക് ഭയങ്കര ഫിയേഴ്സ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ വേണം. റിഫൈൻഡ് ഫിയേഴ്സ്നെസ്, റിഫൈൻഡ് ആയിട്ടുള്ള ഫിയേഴ്സ്നെസ് ഉള്ള ഒരാളായിരിക്കണം. സിനിമാ മേഖലയിൽ നിന്നാണ് അങ്ങനെയുണ്ടോ? അങ്ങനെയൊന്നുമില്ല, എന്താണെങ്കിലും കുഴപ്പമില്ല. നമുക്കൊരു ഫ്രീഡം, നമ്മുടെ ഒരു ഫ്രീഡം നഷ്ടപ്പെടുത്താത്ത ഒരാളുകളാണോ എന്നുണ്ടോ? അത് ആളും അങ്ങനെയാവുമ്പോ രണ്ടുപേരും അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. പക്ഷെ എന്നാ കാണുമ്പോൾ ഭയങ്കര സ്നേഹവും ഉണ്ടായിരിക്കുമല്ലോ. അങ്ങനെ അറേഞ്ച്ഡ് ആണോ ഇഷ്ടം, ലവ് ആണോ ഇഷ്ടം? എനിക്ക് ലവ് ആണ് ഇഷ്ടം. അറേഞ്ച്ഡ് അങ്ങനെ കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ. ഓക്കെ, ഒരാള് എന്നാ പിന്നെ നമുക്ക് ഇയാളെ സ്നേഹിക്കാൻ അങ്ങനെ പറ്റില്ലല്ലോ. ഇല്ല ഇല്ല അല്ല, ഒരിക്കലും ഇല്ല. നമുക്ക് കൂടുതൽ താല്പര്യം ലവ് മാരേജിനോട് താല്പര്യം അല്ലേ? അറേഞ്ച്ഡ് നമുക്കെല്ലാം പരസ്പരം അറിഞ്ഞ് കല്യാണം കഴിക്കുമ്പോഴാണല്ലോ അതിന്റെ ഒരു അല്ലേ? കാരണം കല്യാണം എന്ന് പറഞ്ഞാൽ എന്തായാലും ആള് പ്രതീക്ഷിക്കുമല്ലോ നമ്മുടെ അടുത്തുനിന്ന്. നമ്മള് ചുറ്റും ഉണ്ടാവണം, നമ്മളാളെ ടേക്ക് കെയർ ചെയ്യണം, അതൊരു തെറ്റുമില്ല. പിന്നെ എന്തിനാ റിലേഷൻഷിപ്പ്? പക്ഷെ ഭയങ്കര ഫ്രീഡം ഉള്ള രണ്ടാൾക്കാരാണെങ്കിൽ പിന്നെ അവർ കാണുമ്പോഴൊക്കെ വളരെ നല്ല മൊമെന്റ്സ് ഉണ്ടാവും. അവർക്ക് രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള ധർമ്മങ്ങൾ നിറവേറ്റാനുണ്ട്. അവർക്ക് മനസ്സിലാവും അങ്ങോട്ടും ഇങ്ങോട്ടും. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഈ സിനിമയിലെ കഥാപാത്രം നേഴ്സ് എന്ന കഥാപാത്രമാണല്ലോ അവതരിപ്പിക്കുന്നത്. സിനിമയിലേക്ക് തിരിച്ചു വരുമ്പോൾ ഒരു ഡയറക്ടർ 2 സിനിമകൾ ചെയ്ത, ഒരു സിനിമയും ഒരു വെബ് സീരീസ് ഒക്കെ ചെയ്ത അദ്ദേഹമാണ്. അദ്ദേഹം ദുബായ് ബേസാണ്. ഞാൻ അദ്ദേഹത്തിന് എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ചോദിച്ചു. ഡയറക്ടറിൻ്റെ അടുത്തേക്ക് നമ്മൾ പോകുന്നത് അല്ലേ? ഒരു സിനിമ അടുത്ത ഡയറക്ടറെ ഹരീഷണമാണല്ലേ? ഈ ഡയറക്ടറിനുള്ള ഒരു പോസിറ്റീവ് വശം എന്താണ്? ഭയങ്കര ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറാണ്. വളരെ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള ഡയറക്ടറാണ്. എന്താ ഒരിക്കൽ പോലും എൻ്റെ അടുത്ത് ദേഷ്യപ്പെടാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ക്ഷമയൊന്ന് പരീക്ഷിച്ചു. അതെ അതെ, ശരിക്കും അപ്പോഴും ആ ഒരു ഡിഗ്നിറ്റി കൈവിടാതെ ആൾ എന്നോട് പെരുമാറിയിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് ഫ്രീഡം തരുന്ന, നന്നായി പറഞ്ഞു തരുന്ന ഒരു ആളായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. നമ്മൾ പല ആളുകൾക്കും പല രീതിയാണല്ലോ അല്ലേ? ഹരീഷ് ഒത്തിരി ഡയറക്ടർമാരുടെ ഇദ്ദേഹത്തിന് ഇപ്പം ആക്ഷനും കട്ടും പറഞ്ഞില്ല, ഇദ്ദേഹത്തിന് നമ്മൾ ചെയ്തത് അത് ഇഷ്ടപ്പെട്ടു എന്ന് ഇദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു എന്തെങ്കിലും ഒരു പ്രവൃത്തി നിന്നും എങ്ങനെയാണ് മനസ്സിലാക്കുക? ചിലപ്പം ഒക്കെ പറഞ്ഞു പോകും, അത് ചോദിച്ചു തന്നെ മനസ്സിലാക്കണം. കാരണം എനിക്ക് തോന്നുന്ന എല്ലാ വികാരങ്ങളും ഒരേ മൂഡിൽ തന്നെയാണ് ഫേസിൽ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ നമ്മള് ഒരു സീൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഡയറക്റ്റ് ചോദിച്ച് തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ ഹാപ്പി ആണോ അതോ സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ കുറേ സിനിമകളായി അല്ലേ? പല സിനിമകളും പല രീതിക്കുള്ള വലിയ വലിയ സിനിമകൾ ഉൾപ്പെടെ ചെയ്തു വന്നതാണ്. ഹരികൃഷ്ണൻ ഈ പറഞ്ഞ പോലെ വേണ്ടത്ര രീതിക്ക് ഓരോ സിനിമയിൽ വേണ്ട സ്പേസ് കിട്ടാതെ പോയിട്ടുണ്ടെന്ന് എനിക്ക് സ്വയം തോന്നിയിട്ടുണ്ട്. എനിക്ക് സ്വയം തോന്നുന്നു. ഞാൻ ഹരികൃഷ്ണൻ്റെ ഓപ്പണാണ്, എനിക്ക് സ്വയം തോന്നുന്നുണ്ട്. അങ്ങനെ ഹരികൃഷ്ണൻ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു സുഹൃത്ത് വലയത്തിലുള്ളൊരു കളിയുണ്ട് ഹരി. അതെ അതെ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകണമെങ്കിൽ പിന്നെയും വലിയ കടമ്പകൾ ഉണ്ടെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഉണ്ട്. അതായത് ഞാൻ ആഗ്രഹം കൊണ്ട് സിനിമയിൽ വന്ന ഒരാളാണ്. ഒരു ചെറുപ്പം തൊട്ട് സിനിമ മോഹം മൂത്തിട്ട് ഞാൻ മഹാരാജസിൽ അഡ്മിഷൻ എടുത്ത ഒരാളാണ്. കാരണം എൻ്റെയൊക്കെ നാട്ടിൽ നിന്ന് സിനിമയിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അന്നത്തെ കാലത്ത്, അതായത് സോഷ്യൽ മീഡിയ ഒക്കെ എനിക്കൊന്ന് ഫേസ്ബുക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ്. അപ്പൊ അങ്ങനെ ആഗ്രഹം കൊണ്ട് ഞാൻ എങ്ങനെ സിനിമയിലെത്തുക എന്നുള്ളത് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മൾ കേട്ടിട്ടുണ്ട് മഹാരാജസിൽ കുറെ പ്രതിഭകള്. അപ്പൊ അങ്ങനെ നേരെ മഹാരാജസിൽ അഡ്മിഷൻ എടുത്ത് ഓഡീഷൻ അറ്റൻഡ് ചെയ്തു. അങ്ങനെയാണ് എൻ്റെ സിനിമയിലേക്കുള്ള എൻട്രി. ഈ ഞാൻ ഒരു മനസ്സിലാക്കിയെടുത്തോളം നമുക്ക് അത്രയ്ക്ക് ആഗ്രഹങ്ങളും നമ്മുടെ ആഗ്രഹം ആത്മാർത്ഥമാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടും എന്ന് തന്നെ അങ്ങനെ തന്നെ ഒരു വിശ്വാസമുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു ഫ്ലോയിൽ നിൽക്കുക, പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് അതിലെ കാര്യം. പിടിച്ചു നിൽക്കണമെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ വർക്കൗട്ട് ആവും എന്നുള്ളൊരു പ്രതീക്ഷ. പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? അതെ, അങ്ങനെ തോന്നി. അതായത് വരാനും കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷെ വരാൻ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കയറി പറ്റാം. പിടിച്ചു നിൽക്കാനാണ് എന്നുള്ളതാണ്. സിനിമ വലിയ കടല് പോലെയാണ്. എത്രയോ തിരമാലകൾ നമ്മൾ കൊണ്ടുപോകുന്നറിയോ? അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പാട്. അതാണ് ഏറ്റവും വലിയ ഉദാഹരണം.
ഗായത്രി പറഞ്ഞപ്പോൾ അത് തന്നെയാണ് ഗായത്രി ശ്രദ്ധിച്ചു അല്ലേ ഗായത്രി? കാരണം വെച്ചാൽ ഇപ്പോ അങ്ങനെ കുഴപ്പമില്ലല്ലോ, എല്ലാവർക്കും സിനിമയിലേക്ക് വരണം. ഇപ്പൊ വീട്ടിലാണെങ്കിലും പെൺകുട്ടികളെ വിടാനും സ്റ്റിഗ്മയൊന്നുമില്ല, എല്ലാവർക്കും സിനിമയിൽ വരാൻ അത്ര കോമ്പറ്റീഷൻ ഉണ്ട്. ഓരോ സിനിമയിലും പുതിയ പുതിയ ആൾക്കാരെ വന്നോണ്ടിരിക്കണേ. ഓപ്പണിംഗ് ഭയങ്കര ഓപ്പണിംഗ് ഇപ്പൊ ഒരു സിനിമ ആണെങ്കിൽ ഓപ്പണിംഗിൽ എത്രയോ പേര് വിളിക്കുന്നുണ്ട്. പിടിച്ച് നിൽക്കാനാണ് ഈ പറയുന്ന ഒരു ബുദ്ധിമുട്ട്, അത് അനുഭവിക്കുന്നുണ്ടല്ലേ? തീർച്ചയായും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ആ ഗ്യാങ്ങിൽ തന്നെ ഒതുങ്ങി പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വേറെ പുറത്തേക്ക് ഹരീനെ കിട്ടുന്നില്ല. ട്രൈ ചെയ്യുന്നുണ്ട്, ഇതിപ്പോ നമ്മള് ചാൻസ് ചോദിക്കുന്നുണ്ട്, എന്തോ എവിടെയോ എത്തുന്നില്ല. എവിടെയെങ്കിലും കാസ്റ്റ് ചെയ്തിട്ട് വേണ്ട എന്ന് വെച്ചിട്ടുണ്ട് ഹരീനെ? അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. വേണ്ടാന്ന് വെച്ചിട്ടൊരു അങ്ങനെ സംഭവം ഒന്നും ഉണ്ടായിട്ടില്ല. ചോദിക്കുന്നവര് പറയും ഇതിന് പറ്റിയ ക്യാരക്ടർ ഇല്ല എന്ന് പറഞ്ഞു അല്ലേ? ചെറിയൊരു റോളേ ഉള്ളൂ ബ്രോ, അത് ഇങ്ങനെ ബ്രോയെ വിളിക്കുക അങ്ങനത്തെ ഒരു ഇതുണ്ടായിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ സിനിമയിലൊന്നും വന്നോ നമ്മൾ ആഗ്രഹിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല സിനിമയാണ്, ചെറുതാണെങ്കിൽ തീർച്ചയായിട്ടും ഭാഗമാകുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പൊ അവര് എന്തോ അങ്ങനെ പറയും, തീരെ ചെറിയ ബ്രോ, ആ ഒരു റോളിൽ ബ്രോയെ കാണാൻ പറ്റൂല, അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് വലിയ ആളുകളുടെ അടുത്ത് എത്തുമ്പോഴും ചെറുതെങ്കിലും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ മനസ്സിൽ ആ ക്യാരക്ടർ ഓർമ്മപ്പെടുത്തിയാൽ മതി, അതത്രേ ഉള്ളൂ. അപ്പോഴാണ് ഒരു വിജയം ഉണ്ടാവുക. അല്ല നമ്മളെന്തും നായകനും നായികയായിട്ട് നിൽക്കാൻ വേണ്ടി വന്നവരല്ലല്ലോ. ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ ഒരു പാർട്ടി സീനിലാണെങ്കിൽ ചെയ്തത് ഓക്കെ ആണല്ലോ, അവിടെ ആ ഹരികൃഷ്ണൻ അങ്ങനെ പറയുമ്പോഴാണ് നമുക്ക് തൃപ്തിയാവുന്നത് അല്ലേ? നമ്മൾ മൊത്തം ഒരു നായകനായിട്ട് ചെയ്താലും അത് ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നൊന്നുമില്ല. സീനിലുണ്ട് സ്ക്രീനിലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലാണ് നമുക്കൊരു വിജയമുള്ളൂ. ആ ഒരു നല്ലൊരു പോയിന്റാണ്. ഞാനിത് ചോദിക്കാൻ കാരണം നമ്മൾ പല സിനിമയിലുകൾ കാണുന്നു, പക്ഷെ എവിടെയും വന്നില്ല, അങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ട്. പ്രൊമോഷനാണെങ്കിൽ പോലും കാണുന്നില്ലാത്തൊരവസ്ഥയുണ്ട്. പൊതുവെ ഞാൻ ഇന്റർവ്യൂസ്, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, എനിക്ക് ഇന്റർവ്യൂസ് ഇച്ചിരി പ്രശ്നമുള്ളൊരു കേസാണ്. ഈ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഇപ്പം 4 പേര് ഇങ്ങനെ ഇരുന്ന് കേട്ടോണ്ട് നമ്മളിങ്ങനെ നോക്കൊണ്ടിരുന്ന് കഴിയുമ്പോഴത്തേക്കും ഇച്ചിരി പുറകോട്ട് വലിയും. പക്ഷെ നമ്മുടെ ഒരു കംഫർട്ടുള്ള ആളുകളാണെങ്കിൽ ഞാൻ ഭയങ്കര ഈസി ആയിട്ട് സംസാരിക്കും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മൗനമാണ് എപ്പോഴും. മൗനം വിദ്വാനഭൂഷണം. അവിടെയുണ്ട് ഉദാഹരണം. നേരത്തെ പറഞ്ഞ കേസാണ്. അതായത് ഇപ്പൊ എനിക്ക് പുള്ളിക്കാരി പറഞ്ഞില്ലേ, അതായത് ഷെയർ ചെയ്യാൻ നേരത്തെ ചോദിച്ചിട്ട് ആരെങ്കിലും വിളിച്ച് സംസാരിക്കുമ്പോ അപ്പം എനിക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റൂല, ഒറ്റയ്ക്ക് ഞാൻ തന്നെ കേൾക്കണം. അങ്ങനത്തെ ഒരു ചില സമയത്ത് അങ്ങനെ ഒരു ഇതുണ്ട്. അതായത് ലോൺലിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു, നമുക്കെപ്പോഴും ഒറ്റയ്ക്ക് ഇരിക്കാനൊക്കെ ഉള്ള ഒരു മൂഡ് അങ്ങനെ തോന്നാറില്ലേ? എല്ലാവർക്കും അങ്ങനെ ചില സമയത്ത് ആ മൂഡ് വരും കേട്ടോ. ഒറ്റയ്ക്ക് ഇരിക്കണം, നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം. നമ്മൾ എന്തിനാണ് അവിടെ പോകുന്നത്, ഒറ്റയ്ക്ക് ഇരിക്കണം, ഒറ്റയ്ക്ക് ബാറിൽ പോയിരിക്കണം എന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളല്ലേ? അല്ലേ? പിന്നെ ഒറ്റയ്ക്ക് ബാറിൽ പോയിരിക്കാന്ന് പറഞ്ഞാൽ നടക്കുന്ന കേസ് ഇല്ല, എനിക്ക് തോന്നാറില്ല. എനിക്ക് മാത്രമേ തോന്നുന്നുള്ളൂ. ഒറ്റയ്ക്ക് ഇപ്പൊ പബ്ബ് മൂടൊക്കെ മാറി ചേട്ടാ. ഈ ബാറിലാണ് ഏറ്റവും കൂടുതൽ കമ്പനി ഉള്ളത്. അപ്പൊ ആ മൂഡിലാണ് ഇപ്പോ. അതെ, പബ്ബ് മൂടൊക്കെ നമ്മുടെ 2020 ആ സമയത്തൊക്കെ അല്ലേ? കൊച്ചിയിലൊക്കെ ഇപ്പം ചെറുതായിട്ട് ഉണ്ടല്ലോ അല്ലേ? പക്ഷെ ഞാൻ 2 വർഷമായി പബ്ബിലൊക്കെ പോയിട്ട് അല്ലേ? യെസ്, ഏകദേശം 2 വർഷമായി. അതിന്റെ ഒരു ഗുണം ഞാൻ കാണുന്നു. 2 വർഷമായോ? അല്ലല്ലോ, എവിടെ വെച്ച് കണ്ടിരുന്നു? ഇല്ല, കാണില്ല. നോ, എനിക്ക് അത്ര ഉറപ്പുണ്ട്. അല്ലേ? 2 വർഷം മുമ്പാണ് ആ മൂടൊക്കെ വിട്ടു അല്ലേ? ആ മൂടൊന്നും ഇല്ല എന്ന് വെച്ചാൽ വിട്ടു. നമുക്ക് എങ്ങോട്ടും പോകുമ്പോൾ നമുക്കൊരു കമ്പനിയായിട്ട് പോകണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം അല്ലേ അത്രയല്ലേ ഉള്ളൂ. അല്ല, അതിനെക്കാട്ടും അടിപൊളി ഇതാണ്, ഈ മൂടാണ്. അതുകൊണ്ടാണ് നേരത്തെ പീസ്, ഹാപ്പിനെസ്, ജോയ്. അങ്ങനെ അല്ല, ഈ ഇപ്പം അത് പറഞ്ഞപ്പോഴാണ് ഈ ഒറ്റയ്ക്ക് എന്നുള്ളതല്ല, ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ളവരുണ്ട്. അതിന് യാതൊരു ഡൗട്ടുമില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ തോന്നുള്ളൂ. നമുക്ക് ഇപ്പം പൊതുവെ പറയാം, സ്വന്തം നിഴലിനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലഘട്ടമാണെന്ന് പറയുന്നുണ്ടല്ലോ. ഇതെവിടെയാണ് എന്താണ് പറയണമെന്ന് പറയാൻ പറ്റില്ലോ. ആ ഒരു കാലഘട്ടം ചിന്തിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. പക്ഷെ നമുക്ക് എന്നും ഒരു ആത്മാർത്ഥ സുഹൃത്തുണ്ടാവും എല്ലാവരും ജീവിതത്തിൽ. അതില്ല എന്ന് ആര് പറഞ്ഞാലും അംഗീകരിക്കുന്ന ഒരാളല്ല ഞാൻ. മാധവൻ, എൻ്റെ പട്ടിക്കുട്ടി മാധവനെയാണ് എനിക്ക് ഏറ്റവും വിശ്വാസം. ഞാൻ ഈ മാധവൻ, ഞാൻ ഏത് മാധവനാന്ന് ഇപ്പോൾ പെട്ടെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാധവനെ തേടി ഇനി യാത്ര ചെയ്യണമെന്ന് ഞാൻ ഓർത്തു.
കടന്ന് ചിന്തിച്ചു. ഇനി ആ മാധവൻ ഏതാണ്? ഞാൻ നേരത്തെ ചോദിച്ചപ്പോൾ ആരും ഇല്ലാന്ന് പറഞ്ഞു. ആ മാധവൻ ആര് പറഞ്ഞ പട്ടിക്കുട്ടി എന്ന് പറഞ്ഞത് കേട്ടത് നന്നായി കേട്ടോ. അടുത്ത ടാഗ്ലൈൻ. അതെ ഗായത്രി മാധവനെ തേടി നടക്കുന്നു. എനിക്ക് അല്ല ടാഗ്ലൈൻ അല്ല, ഞാൻ എന്തും തുറന്നു അങ്ങനെയല്ല. ഞാൻ മാധവന്റെ അടുത്തേ പറയുള്ളൂ. ആരാണ് മാധവൻ ചോദിച്ചു. അതെ പട്ടിക്കുട്ടി എന്ന് പെട്ടെന്ന് പറഞ്ഞു തന്നെ. ഞാൻ ചിന്തിച്ചു കേട്ടോ. അല്ല അവിടെ മാധവൻ എനിക്കറിയാം മാധവൻ പറഞ്ഞിട്ടുണ്ട്. അതൊരു ചെറിയ ഞാൻ മാധവൻ ഭയങ്കര ഫേമസ് ആണ്. ഞാൻ ഇടയ്ക്ക് വിളിക്കും. ഞാൻ ആദ്യം ചോദിക്കണം മാധവന് സുഖമാണോ. പട്ടിക്കുട്ടി പട്ടിക്കുട്ടി മനുഷ്യന് സ്നേഹമുണ്ട്. മനുഷ്യന് സ്നേഹമുണ്ട്. യെസ് ഓഫ് കോഴ്സ്. പട്ടിക്കും പൂച്ചയ്ക്കും വീട്ടിൽ വളർത്തുന്ന പട്ടിക്കും പൂച്ചയ്ക്കും മനുഷ്യനും സ്നേഹമുള്ളവരാണ്. അല്ല ചില സമയത്ത് മൃഗങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ സ്നേഹം എന്ന് പറയാറില്ലേ. നമ്മളൊന്ന് സംരക്ഷിക്കാൻ വേണ്ടി അതിന് കഴിയും. അപ്പം അതൊക്കെ നല്ല ആ സ്നേഹമൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുക. നല്ല ഡാൻസ് മേഖലയിലുണ്ട്. ഇപ്പം ഈ ഇടയ്ക്ക് നമ്മുടെ വനിത ഗംഭീര ഡാൻസ് ആയിരുന്നു കേട്ടോ. ഗംഭീര ഡാൻസാണ്. ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ഞങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ബാബുച്ചാറിൻ്റെ അടുത്തിരുന്നാണ് ഡാൻസ് കണ്ടുകൊണ്ടിരുന്നത്. നല്ല ഡാൻസറാണ്, നല്ല ഗായികയാണ്. ഞങ്ങളുടെ പാട്ട് ഇടയ്ക്ക് പാടും. കൊറിയോഗ്രാഫി ഒക്കെ പുള്ളിക്കാരി ചെയ്തായിരുന്നു നമ്മുടെ മൂവിയിൽ. നമ്മുടെ അങ്ങനെ ലാഭം കിട്ടിയോ പ്രൊഡ്യൂസറിന്? മതിയല്ലോ, ചെറിയ സ്റ്റെപ്പാണ്. ഞാൻ പ്രൊഡ്യൂസറിന് കുറച്ച് പൈസ ലാഭം ഉണ്ടാക്കില്ലേ. ഇനിയിപ്പോ നിങ്ങൾ പറയണ എനിക്കൊരു കൊറിയോഗ്രാഫർ വേണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തേനെ? അയ്യോ, അതിന് കൊറിയോഗ്രാഫർ ഒന്നും കൊണ്ടുവരാൻ പറ്റില്ല. 2 സ്റ്റെപ്പേ ഉള്ളൂ. അപ്പം അവിടെയും ഒരു പടിക്ക് 2 പക്ഷി കിട്ടി പ്രൊഡ്യൂസറിന്. ആ ടൈറ്റിൽ അതും കൂടെ വെക്കണമെന്ന് പറയാം കേട്ടോ. ഇപ്പം പുതിയ സിനിമകൾക്ക് ഏതാണ്? ഇനി ഒരാള് തയ്യൽ മെഷീൻ ഇത് കഴിഞ്ഞ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്യണു ചേട്ടാ നല്ലൊരു സംഭവത്തിന്. ചെയ്തു വെച്ച സിനിമയിൽ എന്നും ഓർത്തു വെക്കുന്ന സിനിമ ഏതായിരിക്കും? അഭിരാമി ഓഫ് കോഴ്സ്. ആയോണ്ട് പറയല്ല, അഭിരാമി. നേനു ലേനിന പ്രേമകഥ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുങ്ക് സിനിമ ഉണ്ട്. അത് എല്ലാ ജമുന പ്യാരി. കാരണം ഞാൻ ഇപ്പോഴും കേട്ടോണ്ടിരിക്കുന്നത് ജമുന പ്യാരി. ഞാൻ വേറെ എത്ര സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും ജമുന പ്യാരിയാണ് എന്നോട് എപ്പോഴും ആൾക്കാർ പറയാറ്. അത് ഞാൻ എപ്പോഴും ആലോചിക്കും എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന്. അല്ല, ചില സിനിമകൾ അങ്ങനെ തന്നെ ആയിരിക്കും അറിയപ്പെടുന്നത്. അത് മാറ്റം. ചില സിനിമകൾ അങ്ങനെ തന്നെ അറിയപ്പെടുള്ളൂ. ആ പേര് ഒരിക്കലും മാറില്ല. അങ്ങനെ എത്രയോ ആക്ടേഴ്സ് ഉണ്ട്, അവരുടെ ആ പേര് അത് തന്നെ വിളിക്കുകയുള്ളൂ. ചില ആളുകൾ ഇന്റർവ്യൂ പറഞ്ഞു എന്നെ ഇപ്പോഴും അങ്ങനെ തന്നെ വിളിക്കുകയുള്ളൂ എന്ന് പറയുന്ന പോലെ ആ ഒരു സംഭവം ഉണ്ട്. അപ്പൊ അതും ആ ഒരു ക്യാരക്ടർ വലുതാണ്. ആ ക്യാരക്ടറാണ് ഇത്രയും നമ്മളെ വളർത്തിയതെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും ശരിക്കും. അത് മാത്രമല്ല, അത് ചെയ്യുമ്പോൾ ഞാൻ അത്രയും ശുദ്ധയായിരുന്നു. പിന്നെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്വഭാവം മാറണ എന്താണ്? അന്ന് നല്ല ശുദ്ധയാണ്. ഇപ്പോഴും അറിയുന്നേ അങ്ങനെ പറയല്ലോ, സ്വയം അങ്ങനെ ചിന്തിക്കല്ലോ. ഇപ്പോഴും നല്ല കുട്ടിയാ. അങ്ങനെയല്ല, അത് ഉറപ്പായിട്ടും ഞാൻ സമ്മതിക്കില്ല. അങ്ങനെയല്ല ഞാൻ പറയണേ. ജമുന പേര് വരുമ്പോ ഭയങ്കര എന്താ പറയാ ഒരു ഓമനത്വം ഉണ്ടെന്ന് പറയില്ലേ. അപ്പൊ വളരെ ഇന്നസെന്റ് ആയിട്ടുള്ള എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പൊ എനിക്ക് തോന്നുന്നു അതായിരിക്കാം ആൾക്കാർക്ക്. പിന്നെ അത് കുറച്ച് എന്താ പറയാ നമ്മുടെ ആക്ടിങ്ങിൽ കുറച്ച് പ്രശ്നങ്ങൾ പാളിച്ചകൾ വരുന്നു. അങ്ങനെ ആ ഒരു ഓമനത്വം പോകുന്നു, ആ ഒരു ഒത്തന്റിസിറ്റി പോകുന്നു, ഒരു ഏച്ചുകെട്ടൽ ഫീൽ ചെയ്യുന്നു, ഒരു എഫേർട്ട് എടുക്കണ പോലെ ഫീൽ ചെയ്യുന്നു. അങ്ങനെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്യണേ. ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിരിക്കുന്ന ഒരു അവസ്ഥ ഏതായിരുന്നു? അയ്യോ, അത് ആ 2 വർഷം മുമ്പ് ആ ആക്സിഡന്റ് പറ്റിയ സമയം. അതോടെയാണ് ഞാൻ തീരുമാനിച്ചത് ഇനി പറ്റില്ല, ഇനി എനിക്ക് എന്റെ ലൈഫ് ചേഞ്ച് ചെയ്യണം എന്നുള്ളത്. അതൊരു ദുഃഖിച്ചിരുന്ന പീരീഡ് അല്ല, അതൊരു ട്രാൻസിഷൻ പീരീഡ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാറ്റലിസ്റ്റ്. അത് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തിച്ചായിരുന്നു. ഗായത്രി എന്ന ഒരു ആക്ടർ വല്ലാത്ത അവസ്ഥയിലേക്ക് വലിയ രീതിയിൽ കല്ലേറുകൾ കൊള്ളേണ്ടതായി വന്നിട്ടുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ അവസ്ഥ. ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിരിക്കുന്ന മുഹൂർത്തം ഏതായിരിക്കും? ഞാൻ മിസ് കേരള ജയിച്ചപ്പോൾ ആ സ്റ്റേജാണ് എനിക്ക് ഓക്കെ ഐ ക്യാൻ ഡു സംതിങ് എന്നുള്ളൊരു ഫീല് തന്നെ. എന്തായാലും ഗായത്രി ഇനിയും ഒത്തിരി ഒത്തിരി സിനിമകളിൽ അഭിനയിക്കുക. മധുര മനോഹരമായ ഒരു ഗാനത്തോടെ അവസാനിപ്പിക്കാൻ നമുക്ക് കൂടും. ഇവിടെ 2 കൂടെ അല്ല കൂടുന്നത്, തുടങ്ങി വെച്ചാൽ ഇവിടെ കൂടുള്ളൂ. അല്ല, ഹരി കൂടും. ഹരി കൂടും. ഹരി അത് ഹരി ഏതും പിടിക്കും. റെഡി 1 2 3 സ്റ്റാർട്ട്. ചന്ദന മണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദന
മണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികേ നീരാടി നീ നിൽക്കേ എന്തായിരുന്നു മനസ്സിൽ. സൂപ്പർ. തമിഴ് പാടാന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് 1 2 3 പറഞ്ഞിട്ട് സ്റ്റാർട്ട് പറഞ്ഞു. ഒരു 2 ലൈൻ തമിഴ് നോട്ട്. ഒരു മിനിറ്റ് കേട്ടാ. നെഞ്ചുക്കുள் மீதிடும் காதலை நீருக்குள் மூழ்கிடும் காதலை பொன்வண்ணம் சூடிய தாரிகை பெண்ணினி காஞ்சனை ஓ சாந்தி சாந்தி ஓ சாந்தி என்னுயிரே உயிரே நீந்தி ஏ சென்றாய் சென்றாய் என்னை தேடி இனி நீதான் எந்த நந்தாகே அந்தாகே ഹോ. ഈ കാണിക്കുന്ന ആക്ഷൻസിനൊന്നും ഉള്ളതില്ലെങ്കിലും എങ്കിലും നമുക്ക് ഇടാലോ. അതാണ് നല്ല അഭിനേത്രിയാന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിലേക്ക് ഞാൻ വീണ്ടും തിരിച്ചു വന്നല്ലോ. അപ്പോൾ പടം സൂപ്പർ ഹിറ്റ് ആകട്ടെ. അഭിരാമി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സബ്ജക്റ്റാണെന്ന് എനിക്കറിയാം. അതുപോലെ ചർച്ച ചെയ്യട്ടെ. ഈ സന്തോഷം എന്നും ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ടും ഇതിൻ്റെ ആഘോഷങ്ങൾ വരെ നീണ്ടിരിക്കാനുള്ള ഭാഗ്യം ഈശ്വരൻ നമുക്ക് നൽകട്ടെ. ഒത്തിരി സന്തോഷം. സോ മച്ച്. താങ്ക് യു. ഡിജിറ്റൽ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ ഗോ ദി എക്സ്പെർട്സ്. ഓക്സിജൻ, ഡിജിറ്റൽ എക്സ്പെർട്ട്.